ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ പതിവ് പോലെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമാവുക ലൈക്ക് അടിക്കുക, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മുടെ ഫാത്തിമക്കുട്ടി ഒരുക്കുകയാണ് കേട്ടോ, ഫാത്തിമാനെ. അപ്പോൾ ഫാത്തിമക്കുട്ടിൻ്റെ യൂണിഫോം ഇപ്പോൾ ഞാൻ വെട്ടി ഒന്ന് കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കി തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവളുടെ ഇറക്കമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ ഞാൻ എല്ലാവർക്കും സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ പെരുന്നാളൊക്കെ അല്ലേ, നമുക്ക് 7 പെരുന്നാളുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇന്ന് പുതിയ നെയ്റ്റി ആട്ടോ ഇട്ടിക്കണത്. പിന്നെ ഇതാ നമ്മുടെ പാത്തുക്കുട്ടിനെ ഞാൻ ഒരുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് വളയും മാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവളൊന്നും ഇടില്ല, ഒക്കെ ഊരിക്കളയുകയാണ്. അപ്പോൾ എന്തായാലും അവളെ ഇങ്ങനെ ഒരു ലെവലിലാക്കിയെടുക്കാൻ കുറേ പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആദ്യം നടക്കൂല, ഇരുത്തം തന്നെ, കടത്തം തന്നെ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ, അവൾക്ക് നല്ല ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ജീവിതത്തിൽ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ അവൾ ഒറ്റയ്ക്ക് ചെയ്യാനും ഒക്കെ ഞാവട്ടെ എന്നാട്ടോ ഞാനും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളും അവൾക്ക് വേണ്ടി ഒന്ന് ഇത് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതാ അവൾക്ക് റജിക്കുട്ടിൻ്റെ പാൽസറം റജിക്കുട്ടി വേണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ, ഫാത്തിമാക്ക്. അപ്പോൾ അവളത് ഇട്ടപ്പോൾ തുടങ്ങി ഐക്ക് പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ പറയും, സംസാരിക്കുള്ളൂ. ഐക്ക്, ചോറ്, ചിലപ്പോൾ ചായ, അങ്ങനെയൊക്കെ അവൾക്ക് ഡെയിലി കൊടുക്കണോണ്ട് അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പാത്തൂന്ന് വിളിച്ചാലും അവൾക്ക് അറിയും കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഫോഡർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഫോഡർ ഞാനും എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മ അത്താന്നൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഉമ്മ എന്ന് വിളിക്കും, പക്ഷെ ശരിക്കൊരു വിളി വന്നിട്ടില്ല. എന്നാലും അവൾ ഉമ്മ എന്ന് വിളിക്കാനൊരാഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ നടക്കും എന്നുള്ളത് അറിയില്ല. അവരൊക്കെ ഉമ്മ വിളിക്കുമ്പോൾ അവൾ മാത്രം ഒന്നും ഇങ്ങനെ ഇരിക്കുമ്പോഴേ. പിന്നെ അവൾക്ക് ഞാൻ ഇതാ മാലയും വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ചെറിയ പെരുന്നാളിന് വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ. പക്ഷെ അവൾ ഇടാത്തത് കൊണ്ട് ജനിച്ചപ്പോൾ മുതലേ അവൾ ഒരു 6 വയസ്സ് വരെ ഡ്രസ്സും കൂടി ഇടൂലായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അപ്പം അത് അയച്ചിടും. പുറത്ത് പോകുമ്പോൾ ഇട്ട് കൊടുത്താൽ പുറത്ത് പോകുമ്പോൾ മാത്രം ഇടും. ചിലപ്പോൾ അവിടെ നിന്ന് ഊരാനൊക്കെ നോക്കും. പിന്നെ വീട് എത്തിയതും ഒക്കെ ഊരി കളയും കേട്ടോ. അങ്ങനെയാണ് അവൾ. ഒരു സാധനം കയ്യിലോ കാലിലോ ഒന്നും ഇടാൻ അവൾക്ക് ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല. അവൾ ഇങ്ങനെ ഡ്രസ്സിനോടും പിന്നെ ഫാൻസി ഐറ്റങ്ങളിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണ് അവൾക്ക്. അപ്പോൾ ഞാൻ ഒരു ദിവസം സ്കൂളിൽ കൊടുത്ത കാരണം കൊണ്ട് എന്തായി, അവൾക്ക് അന്നത്തെ ദിവസം എന്നോട് ഫുള്ളും ദേഷ്യമായിരുന്നു കേട്ടോ. എന്നെ പിച്ചുക, തല്ലുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത്, അപ്പോൾ ഞാൻ അവൾക്ക് വളയും പാൽസറം മാലയൊക്കെ ഇട്ട് കൊടുത്ത ദേഷ്യമാണ് എന്നെ കാണിക്കണമെന്നാണ് തോന്നണത്. അപ്പം ഇന്ന് ഫുള്ള് അവൾക്ക് സങ്കടം വന്ന പോലെയും ഒരേ ദേഷ്യവും എന്നെ തല്ലലും പിച്ചലും മാന്തലും പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ എന്നെ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ വെറുതെ തുപ്പണേനാട്ടോ ഞാൻ ടവൽ കെട്ടി കൊടുത്തത്. അപ്പോൾ എന്താണ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം ഒന്ന് കുമ്പിടുകയാണ് കേട്ടോ. നമസ്കരിക്കാൻ നമ്മൾ സുജൂദി പോലെ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ അവൾ. അതാണ് ആ കണ്ടത്. പിന്നെ ഞാൻ അങ്ങനെ അവളെ കൊണ്ടുവന്ന് വിട്ട്. പിന്നെ റിൻഷിമോളൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവളുടെ പനി ഇത്തിരി സമാധാനം ഉണ്ട്, എന്നാലും ക്ഷീണം വിട്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം കൂടി നിന്നിട്ട് പിന്നെ വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് ചോറൊക്കെ മെല്ലെ വെച്ചോളൂ കേട്ടോ. പിന്നെ ഖുർആൻ ഇറച്ചി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇന്ന് ഞാൻ പൊരിക്കുന്നില്ല, അപ്പോൾ ഇത്തിരി കറി പോലെ ഗ്രേവി പോലെ ആക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാലും ഇവിടെ റിയാസ്ത കൂട്ടും. പിന്നെ എനിക്കൊന്നും പിന്നെ ബീഫിനോടും ആടിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് സാധാ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇത്തിരി കോഴിക്കറിയും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. മീനും അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരുപാട് ബീഫിനോട് ആക്രാന്തമൊന്നുമില്ല. അപ്പോൾ പിന്നെ റിയാസ്കാക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും പിന്നെ അത് ഓരോ തുണ്ട് കഴിച്ചോളൂ കേട്ടോ. കുട്ടികളുടെ മാതിരിയാണ്, ഒന്നിച്ചൊന്നായി കഴിക്കില്ല. 2-3 വട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ച് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനെന്ത് കാട്ടി, ചോറൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ റിൻഷിമോൾ 2 പക്കാട, ഫാത്തിമക്കുട്ടിനെ വിളിച്ചിട്ട് വരുമ്പോൾ കുറച്ച് പക്കാട വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ റിൻഷിമോൾക്ക് വായി കസക്കണമ്പോൾ എന്തെങ്കിലും ചൊടിക്കൾ വാങ്ങിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി മുളക് ചമ്മന്തി 10 റുപ്യക്ക് പക്കാവടയും വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് അവൾ എനിക്ക് കഴിക്കാൻ തന്നത്. ഇനി നമുക്ക് ഇത് വലിയുള്ളി തക്കാളി ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇറച്ചി ചെറുതായി മുറിച്ച് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന്
നമുക്ക് പാനിൽ ഇതാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഇത് ഒറിജിനലൊന്നും അല്ല കേട്ടോ, അത് ഇത്തിരി നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് വിലയൊന്നും ഇല്ലല്ലോ, ഇതിനൊരു വിലയൊക്കെ കമ്മിയല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഈട് പോലെ ഇട്ടാൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ മരത്തിൻ്റെ ചട്ടം എൻ്റെ എലി വലിച്ചിട്ട് പോയി എവിടെ നിന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങാനും വിട്ടുപോയിട്ടോ, വല്ലാത്തൊരു ഓർമ്മക്കുറവാണ്. അപ്പോൾ അത് കാരണം പിന്നെയും ഞാൻ ഈ സ്റ്റീൽക്കാരനിൽ തന്നെ ഇട്ട് ഇളക്കണം ചട്ടകത്തിൽ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. പക്ഷെ നമ്മുടെ പാത്രം അത്ര നല്ല ഒറിജിനലൊന്നും അല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എത്ര നിൽക്കുന്നൊന്നും അറിയില്ല. ഈ ഇടയ്ക്ക് പഴയ ചീഞ്ചട്ടിയൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ പിന്നെ ഞാൻ സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ചോറ് അടുപ്പിൽ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റിയാസ്ക ഞങ്ങൾക്ക് ഫാത്തൂട്ടിനെ വിളിക്കാൻ പോകുമ്പോഴത്തേനും ചോറും ഇതൊക്കെ ആക്കണം. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നല്ല സവാള, ഇപ്പം നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെടിയിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടൊന്ന് തട്ടിയിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് നല്ല വഴങ്ങി വന്ന ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ചാട്ടോ, ഒന്നും കൂടി ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളകും ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും നമ്മുടെ ബീഫിന്. പിന്നെ ഇതാ മുളക് പൊടിയും പാകത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അധികം വെള്ളവും ഇല്ല എന്നാൽ ഒരുപാട് കറിയും ഇല്ലാത്തൊരു രീതിക്കാട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇറച്ചി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ പോയാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചുങ്ങുകയും ചെയ്യും. അപ്പോൾ അത്ര തോനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു കുറച്ച് ലെവലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ കണ്ടില്ല, എന്നാൽ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഒരേ മഴ തന്നെയാണ്, ഒരു മഴയും മൂടാപ്പൊക്കെ ഉണ്ട്. എന്താ പെരുന്നാളിന് മാത്രം 2 ദിവസം നമുക്ക് മഴ ഇല്ലാണ്ടിരുന്നു കേട്ടോ. പിന്നെ ഒരേ മഴ മൂടാപ്പം ചാറലും തന്നെയാണ്. അപ്പോൾ പനി എല്ലാവിടെയും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കും ജലദോഷവും റിൻഷിമോളുടെ പനി സമാധാനമുണ്ട്. അപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് പിന്നെ ഞാൻ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു, ആവിയൊക്കെ പിടിച്ച് ഒരു ഗുളികയൊക്കെ കഴിച്ചപ്പോഴാട്ടോ ഒന്ന് ഉഷാറായത്. നമ്മളൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളുടെ അവസ്ഥയൊക്കെ പറയേ വേണ്ടല്ലോ. അപ്പോൾ ഒന്നതും ഞാൻ കിടക്കാണ്ട് നോക്കും, ഗുളിക ഉണ്ടെങ്കിൽ വേഗം എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ. നമ്മുടെ 1 കിലോൻ്റെ ഇറച്ചിയാന്ന് പറഞ്ഞറിയിക്കണം കേട്ടത്. അപ്പോൾ അത് വേസ്റ്റൊക്കെ പോയപ്പോൾ പിന്നെ ബാക്കി ഇതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇത്തിരി ഇങ്ങനെ ഒരുപാടില്ലാണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പ്രിയാസ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്തിമാനെ പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ പാത്തക്കുട്ടിക്ക് ഇതാട്ടോ ഓട്ടത്തിന് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ. ഫാത്തിമ എന്തായാലും ഓട്ടത്തിനൊക്കെ ചേർന്നിട്ടുണ്ട്. പക്ഷെ ടീച്ചർ അത് ഇപ്പോഴാട്ടോ കയ്യിൽ തന്നത്. 2ാം സ്ഥാനം ഉണ്ട് കേട്ടോ അവൾക്ക് ഓട്ടത്തിന്, അല്ലേ മനുഷ്യ? 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. 2 കാണില്ല അല്ലേ, ഒരു പതക്കം അതാത് പേർന്ന് വന്നടി. അതിൽ മാട്ടി വിടുന്ന നമ്മുടെ ഇന്ത്യൻ്റെ കളറ്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട് കേട്ടോ അവൾക്ക്. 2ാണ് കേട്ടോ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. 5/3/2024 അപ്പം കിട്ടിയതാണ്. പക്ഷെ ഇപ്പോഴാണ് തന്നതാണ് കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയ കാരണം പോകാൻ പറ്റിയില്ല. ചൈതന്യ അപ്പോൾ അവൾക്കൊരു മെയിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. സർട്ടിഫിക്കറ്റും ഒരു മെഡലും തന്നിട്ട്. എന്തായാലും ഫാത്തിമക്കുട്ടി ഓട്ടത്തിലേക്ക് 2nd മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവളെ എന്തായാലും ഭാവിയിലൊരു PT ഉഷ ആക്കാം അവൾക്ക്. അപ്പോൾ ഇവിടെ പാത്തക്കുട്ടി ഇത് ഓട്ടത്തിൽ ഒരു മെഡലും ഒരു ഇതുപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. റൈസ് കുട്ടി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. റിൻഷിക്ക് എത്ര സർട്ടിഫിക്കറ്റ്? 1 അവൾക്കും ഉണ്ട് കേട്ടോ 1. അന്നത്തെ റൈസ് കുട്ടിക്ക് ചിത്രം വരച്ചതിനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പാത്തുക്കുട്ടി അവളെ ഇത്രയും ആക്കിയെടുക്കാൻ നല്ല പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. അവളൊരു ഈ ലെവലിൽ എത്തി കാണാൻ നല്ല ഇതിലല്ല, ഇനിയും അവൾ നല്ല മാറ്റങ്ങൾ വരണം. പക്ഷെ ഇങ്ങനെയെങ്കിലും ആകാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് പെട്ടിട്ടുണ്ട് മക്കളെ. ഉറക്കമില്ല, കണ്ണീരും വേദനയും എന്ന് പറഞ്ഞ പോലെ എല്ലാതും അനുഭവിച്ച് ഇവിടം വരെ എത്തിച്ച് അവളെ ഞാൻ. ഇപ്പോൾ അവൾ ആദ്യം ഓടണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ.
കാരണം എന്താ പറഞ്ഞാൽ അവൾ ഇരുന്നവിടെ കടന്നവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി, ഇപ്പോൾ ഓടാൻ തുടങ്ങി, ഓടി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വന്നു അവൾ. അതെനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടോ. നമ്മുടെ പാത്തുട്ടി ഇങ്ങനെ ഇത് വാങ്ങി തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പോൾ അവൾക്ക് ഇനിയും അവൾ എന്താ പറയുക, അവളുടെ ഒരു കഴിവ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓടാനാണെങ്കിൽ അങ്ങനെ, നമുക്ക് ഓട്ടത്തിലാണെങ്കിൽ നമുക്ക് അവളൊരു PT ഉഷാക്കി എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഞാനും ചെറുപ്പത്തിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ഓട്ടത്തിൽ എനിക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയിട്ടുണ്ട്, ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. എന്തായാലും നമ്മുടെ പാത്തുക്കുട്ടി ഈ ലെവൽ വരെ എത്തിയല്ലോ എന്നുള്ളതിൽ നല്ല ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കൂളിൽ പോയ കാരണം അവൾക്ക് ഇതൊക്കെ കിട്ടാനും എന്താ പറയുക. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം പറയുമ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും. ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ റീസ് കുട്ടിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിക്ക് അവൻ്റെ പേഷ്യൻ്റില്ലേ, അപ്പോൾ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഹോസ്പിറ്റലിലത്തെ ആൾക്കാരായിട്ട് ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഞങ്ങളെല്ലാവരും ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഡോക്ടർ വിളിച്ചിട്ട് നേരിട്ട് തന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഇവിടെ ഫാമിലിയോടെ വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഹോട്ടൽ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്ന് വൈകുന്നേരം കേട്ടോ പോവുക. അപ്പോൾ അത് നമുക്ക് നാളെ ഇടാൻ പറ്റുള്ളൂ വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വെയിറ്റിംഗ് ഇരിക്കുക. നമ്മൾ പോയി അവിടുത്തെ എന്താണെന്നുള്ളത് നമുക്ക് പോയിട്ട് നേരിട്ട് കാണാം. അപ്പോൾ ഞാനത് വീഡിയോ ആക്കി നിങ്ങൾക്ക് എത്തിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനും പെരുന്നാളായിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ വിഷമത്തിലായിരുന്നു, എവിടെയും പോയില്ലല്ലോ, ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്തില്ലല്ലോ. പിന്നെ കല്യാണം ഉള്ളത് ഒരു 30-ാം തീയതിക്കാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് പറ്റിയാൽ പോകണം. അപ്പോൾ ഇത് എന്തായാലും ഇന്ന് വൈകുന്നേരം പോകും. ഞങ്ങളെല്ലാവരും പട പോകട്ടാ, കുട്ടികളും ഞാനും റിയാസ്ക്ക് എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഉമ്മ മാത്രമല്ല കേട്ടോ, അമ്മ മിസ് ചെയ്തു. ഉമ്മക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും യോഗമില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ഹോട്ടലിലാണ് പോണത്. അപ്പോൾ അവർ ഇന്നലെ വൈകുന്നേരം ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകട്ടാ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും ഫാത്തിമക്കുട്ടിക്ക് ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഒരു പതക്കം. അപ്പോൾ പിന്നെ ഒരു സർട്ടിഫിക്കറ്റും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. നമ്മുടെ നാളത്തെ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ.